ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്താ അറിയോ, ഇന്നൊരു വീട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നു കേട്ടോ. ഇവിടെ മലപ്പുറം ജില്ലയിൽ മക്കരപ്പറമ്പ് വറ്റലൂർ എന്ന പ്രദേശത്താണ് വീടുള്ളത്. ഏകദേശം ഒരു ഇടത്തരം കുടുംബത്തിനൊക്കെ താമസിക്കാൻ പറ്റിയൊരു വീട്. ഡൈനിങ് ഹാള്, അതുപോലെ തന്നെ 2 ബെഡ്റൂം, ഓഫീസ് റൂം, കിച്ചൺ, വർക്ക് ഏരിയ, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു കോമൺ ബാത്റൂം നടക്കുന്ന ഒരു വീടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീട് ആവശ്യമില്ലെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് വീട് ഷെയർ ചെയ്യുക. നമ്മളൊക്കെ ജീവിതത്തിലെ ഏറ്റവും ഒരു അഭിലാഷമാണ് ഒരു വീടൊക്കെ എന്നുള്ളത്. അപ്പോൾ ഇത് വീട് ആവശ്യമുള്ള ആൾക്ക് വളരെ ഉപകാരപ്പെടും. ലോ ബഡ്ജറ്റിലൊക്കെ വീടാണ്. ആ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ വീട്. ഏകദേശം മുറ്റം അത്യാവശ്യം വീതം വിസ്താരമുള്ള മുറ്റാണ്. 2-3 വാഹനങ്ങളൊക്കെ നിർത്താനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ വീടിന് ചുറ്റും മതിലെത്തിയിട്ടുണ്ട്. വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മലപ്പുറത്ത് നിന്ന് വളാഞ്ചേരി പുലാമന്തോട് ഒക്കെ പോകുന്ന റൂട്ടിലാണ്. അതായത് മെയിൻ റൂട്ടിൽ നിന്ന്, ബസ് റൂട്ടിൽ നിന്ന് ഒരു 500 മീറ്റർ മാറിയിട്ട് പോക്കറ്റ് റോഡിൻ്റെ സൈഡിൽ കേട്ടോ. വീടിൻ്റെ സൈഡിലും ചുറ്റൊക്കെ അത്യാവശ്യം അയൽവാസികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉൾവശം കാണാം. നേരെ കയറി ചെന്നാൽ വിശാലമായ ഒരു ഡൈനിങ് ഹാളാണ് നമുക്ക് കാണുന്നത്. കണ്ടില്ലേ, ഒരു കോർണറിൽ വാഷ് ബേസ് ഉണ്ട്. പക്ക കണ്ടീഷൻ വീടാണ്. ഒന്ന് റീപെയിൻറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഡൈനിങ് ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലം ബാക്കിയുണ്ട് കേട്ടോ. അത്യാവശ്യം വീതി വിസ്താരമുള്ള ഡൈനിങ് ഹാളാണ്. തൊട്ട് അടുത്ത ഭാഗത്ത് ഓഫീസ് റൂം, അതായത് ഓഫീസ് കം ബെഡ്റൂം, 2 ഉപയോഗിക്കാൻ പറ്റുന്ന റൂമാണ്. 10x10 സൈസ് റൂമാണ്. അതുപോലെ 3 കള്ളി ജനവാതിലാണ്. ഇതൊരു ടീം താമസിച്ചിട്ട് അവരുടെ സ്വന്തം നാട്ടിൽ സ്ഥലം കിട്ടിയപ്പോൾ അവിടെ മാറിയതാണ്. വെള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ ഒരു കുഴലുണ്ട്, അതുപോലെ തന്നെ പൈപ്പ് ലൈൻ ഉണ്ട്. ഡൈനിങ് ഹാളിൻ്റെ വലത് വശത്തായിട്ട് ബെഡ്റൂം. ഇതും ഒരു 10x10 സൈസുള്ള ബെഡ്റൂമാണ്. മേലെ റാക്കുണ്ട്. ഈ വീട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പെരിന്തൽമണ്ണയ്ക്ക് ഏകദേശം ഒരു 17 കിലോമീറ്റർ ദൂരവും, അതുപോലെ തന്നെ മലപ്പുറത്തേക്ക് ഒരു 8 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അതേപോലെ തന്നെ കോട്ടയ്ക്കൊക്കെയാണെങ്കിൽ ഏകദേശം 14 കിലോമീറ്റർ ദൂരമുള്ള ഇവിടുന്ന്. അങ്ങനെ നമ്മൾ അടുത്ത കിച്ചണിലേക്ക് പോവുകയാണ്. അതായത് മെയിൻ കിച്ചണിലേക്ക് നമ്മൾ പോകുന്നത്. ഇതാണ് ഫസ്റ്റ് കാണുന്ന കിച്ചൺ കേട്ടോ. റാക്കുണ്ട്, കിച്ചൺ റാക്കോട് കൂടി. ഇവിടെയും ഒരു ഷോക്കേസ് ഉണ്ട്. അപ്പോൾ കിച്ചൺ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് വർക്ക് ഏരിയ കാണാം. നല്ല അടിച്ചറപ്പുള്ള അടിപൊളി വർക്ക് ഏരിയ ഉണ്ട്. ആളുകൾ ആലുവ അടുപ്പ്, അതുപോലെ തന്നെ സൈഡിൽ സിങ്ക്, ഇവിടെ ഷോക്കേസ്. അതുപോലെ തന്നെ വർക്ക് ഏരിയയോട് കൂടി തന്നെ നല്ലൊരു സ്റ്റോർ റൂമുണ്ട്. രണ്ട് തട്ട് വെച്ചിട്ടുള്ള സ്റ്റോർ റൂം, അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ വർക്ക് ഏരിയൻ്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം വിസ്താരം വീതിയുള്ള നല്ലൊരു മുറ്റുണ്ട്. ഇവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ കുറച്ച് താമസമില്ലാത്തതുകൊണ്ട് പുറത്തേക്ക് ഒരു സീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തേക്ക് സ്ഥലം ഉപയോഗപ്പെടുത്താം. അപ്പോൾ നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്നുള്ള ഒരു ബെഡ്റൂം കൂടി കാണാൻ ബാക്കിയുണ്ട്. ഇതായി കാണുന്ന ബെഡ്റൂം. ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ബെഡ്റൂമാണ്. യൂറോപ്യൻ ക്ലോസറ്റാണ് ഉള്ളത്. ഇതിൽ ഇവിടെ ഒരു ബാത്റൂം, കോമൺ ബാത്റൂം ഡൈനിങ് ഹാളിൽ നിന്നുള്ള. ഇനി വീട് എടുക്കുന്ന ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈൽസൊക്കെ നമ്മൾ മാറ്റി കൊടുക്കാം കേട്ടോ. ന്യൂ മോഡലാക്കാം. അപ്പോൾ ഇനി സ്റ്റെയർ കേസ് കയറി നമുക്ക് നേരെ ഓപ്പൺ ടെറസിലേക്ക് പോവാം. നല്ല വിശാലമായ ടെറസ് കേട്ടോ. ഓപ്പൺ ടെറസ്, എല്ലാ കാറ്റും വെളിച്ചും എല്ലാം ഉള്ള സ്ഥലം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് തെങ്ങുന്ന തേങ്ങ ആണെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. കയറേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് നിങ്ങൾക്ക് തോട്ടിട്ട് കൊളുത്തി ഇറക്കാം. നല്ല കാഴ്ചയാണ്, തെങ്ങാണ്. ആ സൈഡിൽ അയൽവാസികൾ. ഈ കാണുന്നതിന് ഈ ഒഴിഞ്ഞ ഭാഗം കിഴക്ക് ഭാഗം, സൂര്യ ഉദിച്ച് വരുന്ന സ്ഥലമാണ് കേട്ടോ. നല്ല കാഴ്ചയുള്ള സ്ഥലമാണ്, നല്ലൊരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ കോണിക്കൂടിനനുബന്ധിച്ച് ഇവിടെ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് ചെറിയൊരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുകയാണ്. നമ്പർ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.